ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തേത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടിടുന്ന ലോങ് വീഡിയോ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാകും. എല്ലാ കൂട്ടുകാരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണേ. ഇന്ന് കുറച്ച് മഞ്ഞുള്ളതുപോലെ എനിക്ക് തോന്നി. പുറത്തോട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ മഞ്ഞ് പോലെ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, ഒരു പുക പോലെ ഇങ്ങനെ കാണുന്നില്ലേ, അത് മഞ്ഞാട്ടോ. ഇവിടെ അടുത്ത് വയലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് മഞ്ഞുള്ളതായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇന്നത്തേത് രാവിലെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കട്ടൻ ചായ അനത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാൽ ചായ അങ്ങനെ എല്ലാവരും ഒന്നും കുടിക്കത്തില്ല. പാൽ ചായ കുടിക്കുന്നത് എൻ്റെ ഹസ്ബൻഡും അമ്മയും മാത്രമേ കുടിക്കാറുള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ ചായയും കാപ്പിയും അങ്ങനെയൊന്നും കുടിക്കാറില്ല. എനിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം കട്ടൻ ചായ കുടിക്കുവേ. പിന്നെ കാപ്പിക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ കടലക്കറി അപ്പമാണെന്ന്. അപ്പം കടലക്കറിക്ക് വേണ്ടിയുള്ള കടല ഞാൻ തലേദിവസം തന്നെ കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് അതിലേക്കുള്ള സവാളയും കൊച്ചുള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഞാൻ ഒന്നിച്ചിട്ട് അങ്ങ് വേവിക്കുവാണേ. സാധാരണ ഞാൻ ഇങ്ങനെയല്ല ചെയ്യാറ്, എല്ലാം കൂടി കടുക് വറുത്ത് വഴറ്റിയാണ് എടുക്കാറ്. പക്ഷേ ഇന്നൊരു എടുത്ത് പെട്ടെന്ന് ചെയ്യാനുള്ളൊരിത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എല്ലാം കൂടി കുക്കറിലിട്ട് വിസിലടിപ്പിക്കാമെന്ന് കരുതി. കാരണം ഇന്നിവിടെ കറണ്ട് ഇല്ലാത്തൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ രാവിലെ മക്കൾക്കൊന്ന് സ്കൂളിൽ പോകേണ്ടുന്നത് കൊണ്ട് എല്ലാം തകൃതിയായിട്ടുള്ള പണിയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് പൂജ വെപ്പുള്ളത്. അപ്പം രാവിലത്തേക്ക് എല്ലാം സെറ്റാക്കാൻ വേണ്ടി ഉള്ള വെപ്രാളത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് എനിക്ക് പറ്റിയ അബദ്ധങ്ങളായിരുന്നു മൊത്തം. എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോയിൽ എനിക്ക് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നതും കൂടെ. ഇന്ന് ഞാൻ ഈ കുക്കറിൽ കടലക്കറിക്ക് ഞാനിതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ അതങ്ങ് അടച്ചെയ്ത് വെള്ളം ഒഴിച്ചില്ല എന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഞാനെല്ലാം വെള്ളമെല്ലാം ഒഴിച്ച് വെച്ചു എന്നുള്ള ഉദ്ദേശത്തിൽ ഞാനതെടുത്ത് ഗ്യാസ് അടുപ്പിലോട്ട് അങ്ങ് വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വിസിൽ വരാത്തത് കാരണം ഞാൻ ആലോചിച്ചു, ഇതെന്താ വിസിൽ വരാത്തത് എന്ന് കരുതി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ജസ്റ്റ് എന്തോ ഒരു മണം പോലെ. എന്തോ ഭാഗ്യത്തിന് മൊത്തം കരിഞ്ഞു പോയില്ല. അതിന് മുന്നേ ഞാനത് പൈപ്പിൻ്റെ ചുവട്ടിലോട്ട് കാണിച്ചില്ല. ഗ്യാസെല്ലാം കളഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അടപ്പ് തുറന്ന് നോക്കിയപ്പോഴേക്കും വെള്ളം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം. പിന്നീട് ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ കുക്കറായതുകൊണ്ടാണ് ഇതിൻ്റെ പിടിയില്ലാത്തത്. അപ്പം വിസിൽ വരാനും കുറച്ച് താമസമാണ്. അപ്പം ഞാൻ ആദ്യം കരുതിയത് പഴയ കുക്കറല്ലേ, അപ്പോൾ വിസിൽ വരാൻ താമസമായതുകൊണ്ടായിരിക്കാം വിസിലടിക്കാത്തതെന്ന് കരുതിയിരുന്നു. പക്ഷെ വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ അപ്പവും കടലക്കറിയെല്ലാം ആക്കിയിട്ടുണ്ട്. മക്കൾക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് അവർ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പ്ലേറ്റും കുപ്പിയിൽ വെള്ളവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവരെ കൊണ്ടുവിടുന്നതെന്ന് അവർ അപ്പൂപ്പനാട്ടോ. എല്ലാ ദിവസവും ഞാൻ തന്നെയാണ് കൊണ്ടുവിടാറും വിളിച്ചുകൊണ്ട് വരാറും ഉള്ളത്. അപ്പോൾ ഇന്ന് അച്ഛൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. ശേഷം ഭയങ്കര മഴയായിരുന്നു. കുറച്ച് നേരം മഴയൊക്കെ കണ്ട് നിന്ന ശേഷം വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറിനുള്ള കറിക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സാമ്പാറിന് ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് സാമ്പാറിനുള്ള പൊടികളെല്ലാം കൂടി കടുക് വറുത്ത് അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അതെല്ലാം കൂടി താളിച്ചൊഴിച്ചിട്ട് ഞാൻ പിന്നെ അതിലോട്ട് കുറച്ച് കായപ്പൊടി ഉലുവപ്പൊടി എല്ലാം ഇട്ട് സാമ്പാറിനെല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ തക്കാളി ഇട്ടത് കൂടാതെ നമ്മളിവിടെ പിഴുപുളി ഉണ്ടല്ലോ, നമ്മൾ പിഴിഞ്ഞ് ചേർക്കുന്നത്, ആ പുളി കുറച്ച് വെള്ളത്തിലെടുത്തിട്ട് അത് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ മീൻ കറിക്കായിട്ട് ഇന്നത്തെ മീൻ അയിലയായിരുന്നേ. അപ്പോൾ അത് ഞാനൊന്ന് വെട്ടിയെല്ലാം വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അത് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയും എനിക്കൊരു അബദ്ധം പറ്റിയെന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പം മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്തു, തേങ്ങ കറി വെക്കാമെന്നും പറഞ്ഞ് തേങ്ങയെല്ലാം തിരുമ്മി പൊടിയെല്ലാം എടുത്തു. എല്ലാം സെറ്റാക്കി വെച്ച ശേഷമാണ് ഓർക്കുന്നത് കറണ്ടില്ല എന്നുള്ള കാര്യം. അപ്പോഴാണ് സാധാരണ ഞാൻ മിക്സിയുടെ ജാറിലോട്ടാണ് ഇതെല്ലാം കൂടി തട്ടി ഇട്ടിട്ട് പൊടികളെല്ലാം ചേർത്ത് അരയ്ക്കാറ്. പക്ഷേ ഇന്നെന്തോ ഞാൻ വീഡിയോ എടുത്തതുകൊണ്ട് പാത്രത്തിലോട്ട് തന്നെല്ലാം ഇട്ട് കൊടുത്തു. അത് പക്ഷേ ഒരു ഭാഗ്യം തന്നെയെന്ന് പറയാം. മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ എല്ലാം കൂടി ഇന്നിപ്പം ഒരു പരുവമായേനെ. അങ്ങനെ ചെയ്യാഞ്ഞത് കൊണ്ട് എനിക്ക്
പുറത്ത് കൊണ്ടുപോയി കല്ലിൽ അരയ്ക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അമ്മിക്കല്ലിൽ കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോയി അരച്ചിരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് റിസ്ക് എടുത്ത പണി ആയതുകൊണ്ട് ഞാനിന്ന് കല്ലിലരയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ എന്ത് പറഞ്ഞാലും കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മൾ അമ്മിയിലൊക്കെ അരച്ചിട്ടുള്ള ഒരുപാട് കറികളൊക്കെ കൂട്ടിയിട്ടില്ലേ. ഇപ്പോൾ എല്ലാവരും മിക്സിയിലൊക്കെ അല്ലേ അരച്ചെടുക്കാറ്. പക്ഷേ ആ കല്ലിലരച്ചതിൻ്റെ ആ ടേസ്റ്റ് ആ കറിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടു. കറണ്ട് ഇല്ലാഞ്ഞതുകൊണ്ട് കറി എന്തായാലും കല്ലിലരച്ചത് നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം അരച്ചെടുത്തിട്ട് വന്നിട്ട് വേഗം തന്നെ മിക്സ് ചെയ്ത് മുളകൊക്കെ ചേർത്ത് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം മുളകിന് ഞാൻ ചേർത്തത് പച്ചമുളകല്ല, നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടമുളകെന്നൊക്കെ പറയും കേട്ടോ. നല്ല മണമുള്ള ഒരു സൈസ് മുളകുണ്ടല്ലോ, അതാണ്. അത് കറിക്കകത്തിട്ട ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. പക്ഷേ എല്ലാവർക്കും ഒന്നും അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല. ചിലർക്ക് ആ മുളകിനോട് താല്പര്യമില്ല, കാരണം ഭയങ്കര എരിവാണെന്ന് വെച്ച്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. അപ്പം മീൻകറിയിൽ ഞാൻ തോട്ടുപുളി കൂടാതെ ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ല നാടൻ തക്കാളിയാണ്, നോക്കിക്ക് എന്താ എൻ്റെ നിറം. എന്നിട്ട് ഞാനതെല്ലാം കൂടെ മിക്സാക്കി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് തിളച്ച് വന്നതിന് ശേഷം മീനിട്ട് കൊടുക്കാതെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീനൊന്നും പെട്ടെന്ന് പൊടിഞ്ഞു പോകത്തില്ല. നമ്മൾ അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് മീനിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ആ മീൻ പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം മീൻകറി ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ അരപ്പെല്ലാം തിളച്ച് വന്നതിന് ശേഷം ഞാൻ മീൻ പിറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് എല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും ഉപ്പും പുളിയും എരിവും എല്ലാം നല്ലപോലെ പിടിച്ച് മീൻകറി നല്ല സെറ്റായിട്ട് വരും കേട്ടോ. പണ്ടൊക്കെ ഞാനാണെങ്കിൽ മീൻകറി വയ്ക്കുമ്പോഴേ ഈ മുളക് കറി വയ്ക്കാൻ എനിക്ക് അത്ര വലിയ പിടുത്തമില്ലായിരുന്നേ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വയ്ക്കാറ് തേങ്ങാക്കറിയായിരുന്നേ. നമ്മുടെ കല്യാണമൊക്കെ കഴിച്ചിട്ട് വരുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിൽ നമുക്ക് പാചകമൊന്നും അത്ര വലിയ വശമല്ലാതിരിക്കുമ്പോൾ നമ്മളെപ്പോഴും വയ്ക്കുന്ന തേങ്ങാക്കറി ആയിരിക്കും അല്ലേ. ഈ മുളക് കറി വയ്ക്കാനും നമുക്ക് വലിയ പിടുത്തം ഉണ്ടാകത്തില്ല. മുളക് കറി വെച്ചാൽ തന്നെ മുളക് കൂടിപ്പോകും, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ളത് തേങ്ങാക്കറിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പച്ചക്കറിക്കാരൻ്റെ നിന്ന് നല്ല പച്ചക്കായ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തോരൻ വയ്ക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കഞ്ഞിവെള്ളത്തിലാണ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതിലോട്ട് നമ്മളിത് അരിഞ്ഞിടാന്നുണ്ടെങ്കിൽ ഇതിലുള്ള കറയൊക്കെ പോകും കേട്ടോ. ഈ വാഴയ്ക്ക് അരിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത് പോവുകയും നമ്മുടെ കയ്യിലൊക്കെ കറയാവുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലൊന്ന് മിക്സാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് നല്ല വെള്ളത്തിൽ പിന്നെ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും. പിന്നെ ഞാൻ തോരനായിട്ടുള്ള അരപ്പെല്ലാം തേങ്ങ തിരുമ്മി എടുത്തിട്ട് അതിലേക്ക് ജീരകം പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് മിക്സാക്കി എടുത്താൽ കേട്ടോ, കറണ്ടില്ലാഞ്ഞത് കൊണ്ട്. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്ത്, വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ അത് ആവി കയറ്റിയെടുക്കുമ്പോൾ ആവി വെള്ളത്തിൽ തന്നെ അത് വെന്ത് വന്നോളും കേട്ടോ. അപ്പോൾ അങ്ങനെ തോരനുമായിട്ടുണ്ട്. പിന്നെ അവിടെ വീണ തേങ്ങയുടെ പൊടികളൊക്കെ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ അടുക്കള നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എപ്പോഴും തുടച്ചിരിക്കും. എൻ്റെ കയ്യിൽ എപ്പോഴെങ്കിലും ഒരു നനഞ്ഞ തുണി കാണും, ഞാനിങ്ങനെ അടുക്കള എപ്പോഴും തുടച്ചിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാനിരുന്നേ. അപ്പോൾ ഇന്നത്തേത് സാമ്പാറും മീൻകറിയും തോരനും, പിന്നെ ഞാൻ ഒരു കഷ്ണം നാരങ്ങ അച്ചാറും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വൈകുന്നേരത്ത് ചായ ഒന്നും അനത്തിയില്ല. ഇവിടെ അങ്ങനെ വൈകിട്ടാരും ചായ ഒന്നും കുടിക്കാറില്ല. പിന്നെ മക്കളുടെ പുസ്തകം പൂജ വയ്ക്കാനായിട്ട് അവരെ ഒരുക്കി പുസ്തകമൊക്കെ പൂജ വയ്ക്കാനായിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നേ. പിന്നീട് സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.